അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിനാൻ അറബിയുമ്മയുടെ വീട്ടിൽ എത്തിയത്. അറബിയുമ്മക്കും അത് വല്ലാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു. എന്നാൽ ഈ സമയം മുഹ്സിന ഇതൊന്നും അറിയുന്നേയില്ല. പതിവ് പോലെ ഉളൂഹ് ചെയ്ത് അവൾ തൻ്റെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഫുഡെല്ലാം കഴിച്ച് വളരെയധികം ആകാംക്ഷയോടെ അതെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്യണം, തൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ കണ്ണു നിറയെ കാണണം എന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ പോകുന്നത്. എന്നാൽ അറബി ഉമ്മ ഒരു സർപ്രൈസ് അവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം അവൾക്ക് അറിയുന്നേയില്ല. സിനു മോനെ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. സിനാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെയാണ് തനിക്ക് അങ്ങനെയൊരു ഭാഗ്യവസന്തം വന്നു ചേർന്നത്. അതിനെല്ലാം കാരണക്കാരൻ അജ്മൽ സാർ മാത്രമായിരുന്നു. അവൻ അജ്മൽ സാറിനെ കുറിച്ച് ഓർത്തു. അല്ലാ, എനിക്ക് നീയായിട്ട് ഇറക്കി തന്നതാണല്ലാ. എൻ്റെ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം എനിക്ക് അജ്മൽ സാറാണ് തരുന്നത്. അതെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബീവി, എൻ്റെ മുസ്സി, അതെ അവളെ എനിക്ക് എൻ്റെ കൈകളിലെത്തിച്ചത് അതും അജ്മൽ സാറാണ്. റബ്ബേ റഹ്മാനെ, എങ്ങനെ ഞാൻ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. അല്ലാ, നിൻ്റെ കാരുണ്യം കൊണ്ട് നീ എനിക്ക് ഒരു ദൂതനെ ഇറക്കിയ പോലെയാണല്ലാ എനിക്ക് തോന്നുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് ഒരു വർഷം കഴിയാതെ എത്താൻ പറ്റില്ല എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു സിനാൻ. പക്ഷേ ഇത്രയും പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട മുസ്സിയുടെ അരികിലേക്ക് എത്താൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും അവൻ വിചാരിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെ, പ്രതീക്ഷിക്കാതെ എനിക്കൊരു വസന്തം വന്നു ചേർന്നിരിക്കുകയാണ്. അറബി ഉമ്മ സ്നേഹത്തോടെ അതാ സിനാനെ വിളിക്കുന്നു. സിനാൻ, ഇങ്ങോട്ട് വരൂ, മോൻ റൂമിലേക്ക് ചെല്ലൂ. അവൻ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതെ, തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുസ്സിയുടെ ആ ഒരു സ്മെൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു റൂം, അതിലേക്ക് പ്രവേശിച്ചപ്പോൾ സിനാന് എന്തൊക്കെയോ ആയി പോവുകയാണ്. എൻ്റെ മുസ്സി, എൻ്റെ പെണ്ണെ, എൻ്റെ പൊന്നിനെ വിട്ടിട്ടാണല്ലോ ഞാൻ വീണ്ടും പോയത്, എന്നോട് ക്ഷമിക്കണം. പക്ഷേ അറബിയമ്മ സർപ്രൈസ് നൽകുകയാണ് മുഹ്സിനക്ക്. അത് അവൾ അറിയുന്നില്ല. സിനാൻ ആ ഒരു പതുപതുത്ത ബെഡിൽ ഇരിക്കുന്നു. മാഷാ അല്ലാ, ഈ ഒരു ബെഡിന് പഴയതിനേക്കാൾ ഒന്നുകൂടി സോഫ്റ്റ് കൂടിയോ? അതുകൊണ്ടായിരിക്കില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആ ഒരു ബെഡ്. അതെ, എനിക്കിപ്പോൾ ബെഡുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. വെറും ഒരു പായയിലാണ് ഇപ്പോൾ ഞാൻ കിടക്കുന്നത്. ഉണ്ടായിരുന്നു സുഖം, എല്ലാം നല്ല രീതിയിലായിരുന്നു. വലിയ റൂമുണ്ടായിരുന്നു, വിശാലമായ. അന്നല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ പിന്നീട് എൻ്റെ ജോലിയിൽ വന്ന ആ ഒരു മാറ്റം അതെനിക്ക് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലായിരുന്നു. അതെ, ആ റൂമിൽ, ഇടുങ്ങിയ റൂമിൽ ഞാൻ കിടക്കുന്ന ആ രംഗം. എന്നാലും സാരല്ല റബ്ബേ, എനിക്ക് എൻ്റെ മുസ്സിയെ കണ്ടെത്തിയല്ലോ, എൻ്റെ പെണ്ണിൻ്റെ അടുക്കലേക്ക് എത്താമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ അറബിയമ്മയുടെ വീട്ടിലുള്ള ഈ ഒരു പതുപതുത്ത ഒരു ബെഡ്, അതിലിരിക്കുമ്പോൾ തന്നെ അത് വല്ലാതെ അങ്ങ് താഴ്ന്നു പോകുന്നു. മാഷാ അല്ലാ, എന്തൊരു സുഖമാണ് ഇതിലിരിക്കാൻ. സിനാൻ അതിൽ പതുക്കെ കൈവച്ച് തലോടിക്കൊണ്ടിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരും. അവിടെയുണ്ടായിരുന്ന ആ അത്രടുത്ത് അവൻ അതാ പുരട്ടി തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ കൊടുക്കാൻ വച്ചിരുന്ന ആ ഒരു ഡയമണ്ട് മോതിരം അവൻ ഒന്നുകൂടി എടുത്തു നോക്കി. അതിലൊരു മുത്തം വെച്ചു. എൻ്റെ പൊന്നുമോളെ, നിനക്കുള്ളതാടി എല്ലാം. സിനാൻ ആകാംക്ഷയോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാത്തിരിക്കുകയാണ്. അവൻ ആ വാതിൽ തുറക്കുന്നതും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അതാ അറബിയുമ്മ മുഹ്സിനയോട് അന്ന് കൂടുതൽ സംസാരിക്കുന്നു. മുഹ്സി, അറബിയുമ്മ, മോൾക്ക് വിഷമമുണ്ടോ എന്തെങ്കിലും? ഇല്ല, എന്നാലും എൻ്റെ പ്രിയപ്പെട്ട ഇക്കയെ കണ്ടുമുട്ടിയല്ലോ അറബിയുമ്മ, അത് തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക്. സത്യമായിട്ടും മറ്റത് കാണാൻ മറിയത്ത് റബ്ബേ, എനിക്ക്. മോളെ, സമാധാനമായില്ലല്ലേ? എന്തായാലും അറബ് നാട്ടിൽ വെച്ച് കണ്ടുമുട്ടി, ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് സന്തോഷം തന്നെ. കണ്ടെത്തിയല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഇക്കയെ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നുള്ള കാര്യം അതൊക്കെ അറിഞ്ഞല്ലോ സിനു. അതുകൊണ്ട് അറബിയുമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോളെ, മിടുക്കി കുട്ടിയാണ് നീയെ.
മിടുക്കി പെണ്ണാണ്, മാഷാ അല്ലാ. എന്തൊക്കെ തന്നെയായാലും മോള് റൂമിലേക്ക് ചെല്ല്. പതിവിനും വിപരീതമായി അറബിയമ്മ തന്നെ വീണ്ടും റൂമിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി നിൽക്കുന്നത് ഒരു നിമിഷം അവൾക്ക് അറബിയമ്മ ഞാൻ കിടന്നുള്ള കുഴപ്പമൊന്നുമില്ല, അറബിയമ്മ കിടക്കാൻ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അറബിയമ്മ, അത് പിന്നെ ഞാൻ പോയിക്കോളാം, അറബിയമ്മ കിടന്നോള്, പൊന്നു മോളെ വാ ഞാൻ കൊണ്ടാക്കി തരാം. ശരിക്കും അവൾ ഞെട്ടി. എന്തിപ്പതിങ്ങനെ, എനിക്ക് പേടിയില്ല അറബിയമ്മ, ഞാൻ പോയിക്കോളാം. എപ്പോഴും ദിക്റും സലാത്തും ഖുർആൻ പാരായണവുമായി നിൽക്കുമ്പോൾ നമ്മൾ ആരെ ഭയക്കാനാ? അറിയാം മോളെ, എല്ലാം അറിയാം, ചെല്ല്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ശരിക്കും അറബിയമ്മയുടെ അന്നത്തെ ആ സ്വഭാവ മാറ്റത്തിലുള്ള പ്രത്യേകത കണ്ടിട്ട് അവൾക്ക് തന്നെ എന്തൊക്കെയോ, എന്താ അറബിയമ്മക്ക് എന്നോട് ഇത്ര കൂടുതൽ സ്നേഹം, പഠിച്ചോനെ അല്ലാ നീ കാത്തു രക്ഷിക്ക്. അറബിയമ്മ അസ്സലാമു അലൈക്കും എന്നും പറയുന്ന പോലെ അവൾ അന്നും സലാം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കടക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ഡോർ നല്ല രീതിയിൽ അടച്ചിട്ടിട്ടുണ്ട്. ഞാൻ ചാരിയാണല്ലോ പോകുന്നത്, ആരപ്പത്ത് ഇത്ര ശക്തമായി അടിച്ചത്? ഓ എന്താവോ. അവൾ നേരിയതാ തൻ്റെ റൂമിൻ്റെ വാതിലിൻ്റെ ആ ഒരു ലോക്ക് അത് പിടിച്ച് താഴ്ത്തുകയാണ്. എന്തപ്പതിങ്ങനെ? തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് കടന്നു വരുന്നു എന്നുള്ള ഒരു യഥാർത്ഥ സത്യം വേണ്ട, ഒരു പക്ഷേ അത് അവൾ ഞെട്ടിപ്പോകുമോ എന്നുള്ള രീതിയിലുണ്ട്. പെട്ടെന്ന് അറബിയമ്മ അങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഞെട്ടണ്ടെന്ന് കരുതിയിട്ട്, മോളെ അറബിയമ്മ, മോളെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരികയാണ്. എന്താണ്? അല്ല മോള് സിനാനെ ആലോചിച്ച് കുറേ നിന്നില്ലേ, സിനാനെ ഒരു വർഷം കഴിയാതെ പുറത്തേക്ക് വിടില്ലേ എന്നാണ് അവിടുത്തെ അറബിയുടെ ഓർഡർ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കരയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അറബിയമ്മ മോൾക്ക് മറ്റൊരാളെ കണ്ടെത്തി തന്നാലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറബിയമ്മ പ്ലീസ്, എനിക്ക് വേണ്ട അറബിയമ്മ, എനിക്ക് സിന തന്നെ മതി. ആയിക്കോട്ടെ, മോൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, എന്നാൽ മോൾക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് കേട്ടോ. മോൾ ആ വാതിലൊന്ന് തുറന്ന് കയറിക്ക്. വാതിലോ? എന്തപ്പോ വാതിൽ? ഒരു നിമിഷം വാതിൽ തുറന്ന അവൾ ഞെട്ടിപ്പോയി. അതേ, തൻ്റെ മണിയറയിലെ ആ ബെഡിൽ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സിനു. അല്ലാ, സിനു, അറബിയമ്മ. അവൾ അറബിയമ്മയുടെ നേരെ തിരിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് അറബിയമ്മയാണ് അവൾ കെട്ടിപ്പിടിച്ചത്. മോളെ ചെല്ല്, എന്നെയല്ല, നിന്റെ ഭർത്താവ് നിന്നെ കാത്തിരിക്കുന്നു. അറബിയമ്മ, ഞാൻ കണ്ടത് സത്യമാണോ? ഇത് സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. ഒരു മാസം അല്ല, ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് സിനിമനെ കിട്ടുള്ളൂ. അതുവരെ ഞാൻ ക്ഷമിച്ച് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന്? ചെല്ല് മോളെ. സിനാൻ എണീറ്റു. അതാ അവളുടെ അരികിലേക്ക്. മുസേ, എൻ്റെ പെണ്ണെ. അറബിയമ്മ ആ ഒരു കാഴ്ച കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മുസിയെ നെഞ്ചോട് ചേർത്ത് അതാ ഒരുപാട് ചുംബനങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ പെണ്ണെ. സത്യം പറഞ്ഞാൽ അറബിയമ്മ കരഞ്ഞു പോയി. മക്കളെ, നിങ്ങളുടെ ഒരു സ്നേഹം അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ. നിങ്ങളെയാണല്ലോ അക്കരയും ഇക്കരയുമായി നിർത്തിയത് എല്ലാവരും കൂടെ. അറബിയമ്മ കരയുകയാണ്. സന്തോഷമായി മക്കളെ, നിങ്ങൾ ഒരുമിച്ച് ഇവിടെ ജീവിക്ക്, എന്നാൽ എനിക്ക് സമാധാനം സന്തോഷമുള്ളൂ. അല്ലാതെ മോളെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. സിനു, എൻ്റെ മക്കൾ സന്തോഷമാണ് എനിക്ക് വലുത്. സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് അവർ കെട്ടിപ്പിടിച്ചതും ചുംബനങ്ങൾ അർപ്പിച്ചതും. അതറിയാം അറബിയമ്മക്കും വല്ലാത്തൊരു സന്തോഷമായി. കാരണം എൻ്റെ മകളാണ് മുഹ്സി, എൻ്റെ പൊന്നു മകനാണ് എൻ്റെ സിനാന്. അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു, നൂർ ഫാത്തിമയെയും നാഫി ഉസ്താദിനെയും എത്രമാത്രം അറബിയമ്മ സ്നേഹിച്ചിരുന്നു, അതുപോലെ തന്നെയാണ് മുഹ്സിനക്കും സിനാനും വേണ്ടിയിട്ട് അറബിയമ്മ സ്നേഹം നൽകിയത്. മാഷാ അല്ലാ. അറബിയമ്മയും സിനാനും മുഹ്സിനെയും അതാ അറബിയമ്മ അവർ രണ്ടുപേരുടെയും അടുക്കലെത്തി. മക്കളെ, അൽഹംദുലില്ലാ, പടച്ച റബ്ബിനോട് സ്തുതി പറഞ്ഞോളൂ, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബിയമ്മ അവരുടെ ആ വാതിലിൻ്റെ ഡോർ പുറത്തേക്ക് അടക്കുന്നു. ഒരു നിമിഷം സിനാനും മുഹ്സിയും, മക്കളെ പേടിക്കണ്ട, നിങ്ങൾ
നിങ്ങളുടെ ജീവിതം തുടങ്ങിക്കോളൂ. അറബിയമ്മ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബേ റഹ്മാനെ, എനിക്കറിയാം വേദന, വേർപാടിൻ്റെ വേദന എന്താണെന്ന് അനുഭവിച്ചവനാണ് ഞാൻ. എൻ്റെ 1 വയസ്സുള്ള തലാൽ എൻ്റെ പൊന്നു മോനെയും എന്നെ ഉപേക്ഷിച്ച് ഓലെ പിതാവ് മടങ്ങിയപ്പോൾ എനിക്ക് ഈ ദുനിയാവ് ഞാൻ എന്ത് ചെയ്യും റബ്ബേ? എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വരികയായിരുന്നു. റബ്ബേ, ഒരു പിതാവില്ലാത്ത കുഞ്ഞാണ് എൻ്റെ തലാൽ. ഒരു പിതാവിൻ്റെ സ്നേഹം എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് അനുഭവിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടില്ല. ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതം. വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് 1 വയസ്സായപ്പോഴേക്കും അദ്ദേഹം വിട പറയുകയും ചെയ്തു. അല്ലാ, ഒരു പെണ്ണും ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്നെപ്പോലെ, ഒരാളും കഷ്ടപ്പെടാൻ പാടില്ല എന്നെപ്പോലെ. എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. അതാണല്ലാ എൻ്റെ ആഗ്രഹം. എന്നാൽ ഈ സമയം സിനാനും മുഹ്സിനെയും റൂമിൽ, മുഹ്സി എൻ്റെ പെണ്ണ്, ഇക്ക ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, പഠിച്ച റബ്ബ് എൻ്റെ പ്രാർത്ഥന കേട്ടു. കരയല്ലേ പെണ്ണെ, കരയാതിരിക്കൂ. അള്ളാഹു എത്ര കാരുണ്യവാനല്ലേ. അതെ, പഠിച്ച റബ്ബ് എത്ര കാരുണ്യവാനാണ്. നമ്മൾ ആഗ്രഹിച്ചത് അള്ളാഹു നൽകുന്നു. മുഹ്സി, ഇതിനെല്ലാം കാരണക്കാരൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല, ആരാ? അത് എൻ്റെ പൊന്നുമോളെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലേ അജ്മൽ സർ. അതെ, അജ്മൽ സർ തന്നെ. അള്ളാഹ് പഠിച്ചോനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതെടി, എൻ്റെ ജോലി അവനങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. ഇക്ക പറഞ്ഞില്ലേ 1 വർഷം കഴിഞ്ഞിട്ട് ഇനി വിടുള്ളൂ എന്നുള്ളത്. അതെടി, അതെല്ലാം സിന മാറ്റിമറിച്ചു. 1 ആഴ്ചക്ക് എനിക്ക് ലീവ് കിട്ടിയിരിക്കുന്നു. ഇക്ക സത്യമായിട്ടും പഠിച്ചോനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. റഹ്മാനെ, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അജ്മൽ സർ കളിക്കുന്നത്. അതെടി സത്യം, അവൻ്റെ ജീവൻ വരെ പണയം വെച്ച രീതിയിലാണ് അവൻ കളിക്കുന്നത്. എനിക്ക് വേണ്ടി അറബിയോട് കേണപേക്ഷിച്ച് എന്നെ രക്ഷപ്പെടുത്തി. അതെടി, അജ്മൽ സാറിൻ്റെ ആഗ്രഹം അതായിരുന്നു, നമ്മൾ 2 പേരും ഒരുമിച്ച് ജീവിക്കണം. എന്നോടും പറഞ്ഞത് അതുതന്നെയാണ്. എന്നോട് പറഞ്ഞത്, സിനു, നിങ്ങൾ 2ആളും ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ മനസ്സിന് സന്തോഷം. നിങ്ങൾ വേറിട്ട് നിൽക്കാൻ പാടില്ല. അതേ ഇക്ക, അത് അജ്മൽ സാർ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് അവൾ കാണിക്കുന്നു. ഇക്ക, എനിക്കും നിങ്ങൾക്കും അറബിയുമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞ സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. മുഹ്സി, പാവാണടി. അജ്മൽ സാറ് പടച്ച റബ്ബായിട്ടാണ് നമുക്ക് ഇറക്കി തന്നത്, സത്യമായിട്ടും. കാരണം അജ്മൽ സാർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യനാണടി. സത്യം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അജ്മൽ സാർ ചെയ്തു കഴിഞ്ഞു. നമ്മളൊരിക്കൽ പോലും നന്ദികേട് കാണിക്കാൻ പാടില്ല. മുഹ്സി, എൻ്റെ പെണ്ണിൻ്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യം എനിക്കിപ്പോഴൊന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചതല്ല. അതെല്ലാം എനിക്ക് നിഷേധിച്ചതായിരുന്നു. ഇക്ക, സാരല്ല, എന്നാലും പടച്ച റബ്ബ് നമ്മൾ ഒരുമിപ്പിച്ചല്ലോ. മുഹ്സിനയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. ഇക്ക, അപ്പം നിങ്ങളുടെ ജോലി? എൻ്റെ ജോലി അവൻ ഏറ്റെടുക്കും. ഇപ്പോൾ തൽക്കാലം അങ്ങനെയാ. അല്ലാ കാത്തു രക്ഷിക്കല്ലാ. അല്ലിക്ക, ഹംദയുടെ കാര്യം എന്തായി? ഹംദ, അവളിപ്പോഴും അകത്ത് തന്നെയാണ്. അവൾക്ക് പുറത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. ഇല്ല, അവളെ ഒരിക്കൽ പോലും പുറത്ത് വിടുന്നില്ല. സത്യമായിട്ടും എന്താണെന്ന് അന്വേഷിച്ചോ? അത് അജ്മലിനെ എന്തൊക്കെ അറിയാമെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് കറക്റ്റൊന്നും അറിയില്ല. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. ആ കുട്ടി എനിക്ക് ഭക്ഷണം കൊണ്ടുതരുമായിരുന്നു. പക്ഷേ എന്നെ സഹോദര എന്നാണ് ആ കുട്ടി വിളിച്ചിരുന്നത്. അതെ, ആ കുട്ടിയുടെ മരണപ്പെട്ടു പോയ ഒരു ആങ്ങളെയായിട്ടാണത്രേ എന്നെ കണ്ടത്. പഠിച്ചോനെ, പാവട്ടോ ഇക്ക,
എനിക്ക് വല്ലാത്ത വിഷമം. എങ്കിലെങ്കിലും അവളെ രക്ഷിക്കാൻ കഴിയോ? അജ്മൽ ഉണ്ടല്ലോ, അജ്മലിന് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാകും. അജ്മൽ ഒരാളും ബുദ്ധിമുട്ടാകുന്ന അജ്മലിന് ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കുമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അങ്ങനെ ഏതാ മുഹ്സിനയും സിനാനും അവർ രണ്ടാളും ഒന്നാകുന്നു. ഇക്ക പെണ്ണെ, അജ്മൽ സാറിന് പടച്ചറബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോഴും അവർ അതായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അതെ, ഇൻഷാ അല്ലാഹ് അറബിയമ്മ ഈ ഒരു നിമിഷങ്ങളിൽ ദുആ ചെയ്യുകയായിരുന്നു. പടച്ചോനെ, മക്കൾക്കെല്ലാം ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യേ റഹ്മാനെ. എന്നാൽ ഈ സമയം തിരിച്ച് അറബി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അജ്മൽ. അവൻ ഓരോന്ന് ആലോചിച്ചു. റബ്ബേ അള്ളാഹുവേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. സിനാനും മുസ്സിയും അവർ സന്തോഷത്തോടെ കഴിയട്ടെ. പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആരത്? ആ, സിനാനാണല്ലോ. ഹലോ, ആ എന്ത് സിനു? അത് അജ്മൽ, നിങ്ങൾ പോയോ? ആ, ഞാൻ പോയി, പാതി വഴിയിലാണ്. ശ്രദ്ധിച്ചു പോയിക്കോണേ. എന്തെന്നറിയില്ല, മുഹ്സിനക്കും എനിക്കും അജ്മലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ഹാപ്പിയായി ജീവിച്ചോളൂ. ഇൻഷാ അല്ലാഹ് ഒരാളെ കൂടി രക്ഷപ്പെടുത്താനുണ്ടല്ലോ. അവളെ കൂടി രക്ഷപ്പെടുത്തി കഴിയണ്ടേ? സിനു നല്ല രീതിയിൽ ആഘോഷിച്ചോളൂ. പടച്ച റബ്ബ് നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. എന്നാൽ ശരി, ഒരുപാട് ലേറ്റ് ആവണ്ട. അജ്മൽ അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അവൻ പറഞ്ഞത് കേട്ട് അജ്മൽ സാർ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവർ ആ അറബി വീടിൻ്റെ വിശാലമായ ഗേറ്റ് തുറന്ന് ആ വാഹനം അകത്തേക്ക് പ്രവേശിച്ചു. അറബിച്ച് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിലും അജ്മലിന് കുറച്ചൊരു ഭയമുണ്ടായിരുന്നു. എന്നാൽ അജ്മലും സിനാനും പുറത്തു പോയപ്പോൾ തന്നെ അതാ അറബിച്ച് തൻ്റെ ഭർത്താവിനെ വിളിക്കുന്നു. അതെ, പിന്നെ നിങ്ങളെല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കണ്ട കേട്ടോ. എന്താ നീ പറയുന്നത്? ഒന്നുമല്ല, കുറച്ച് ശ്രദ്ധ വേണം. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വത്ത് തട്ടിയെടുക്കാനൊക്കെ ഇവിടെ ആളുകൾ വന്നുകൂടും. അതെ, കുറച്ച് ഓവറാവുന്നുണ്ട് പറയുന്നത്. കാരണം എന്തിന്? ഇവിടെ ജോലിക്ക് വരുന്നവർക്ക് സ്വത്ത് തട്ടിയെടുക്കുന്ന പണിയാണോ? അത് നിനക്കല്ലേ? ശരിക്കും അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ഭാര്യ ദേഷ്യപ്പെട്ടു. അനാവശ്യം പറയരുത്. എന്താ ഞാൻ ചെയ്തത്? നീയല്ലേ എൻ്റെ ഹംദയുടെ ഉമ്മയുടെ സ്വത്ത് തട്ടിയെടുക്കണം, അതിന് അവകാശികൾ ഇവരുമാണ് ഞാനാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ടും എന്താ, അത് അവളുടെ ഉമ്മയുടേതാണ്. അതെങ്ങനെ നിനക്കും നിൻ്റെ മക്കൾക്കും അവകാശപ്പെടും? അവളുടെ ഉമ്മ എൻ്റേതാണെങ്കിലും ഓക്കെ, മക്കൾക്ക് അവകാശപ്പെടും, എല്ലാം ഓക്കെ. പക്ഷേ ഇത് അവളുടെ ഉമ്മയുടേതായതുകൊണ്ട് തന്നെ നിനക്കൊന്നും അതിലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സന്തോഷത്തോടു കൂടി തരികയാണെങ്കിൽ അത്രക്കും സ്വത്തും അതൊക്കെ വെറുതെ വിട്ടുകൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ അതെ, പിന്നെ ഞാൻ പറഞ്ഞു തരാം. ഹംദയായാലും വേണ്ടില്ല, ഹുംദയായാലും വേണ്ടില്ല, കിട്ടാനുള്ളത് കിട്ടണം. അല്ലെങ്കിൽ അവൾ തടവിൽ കഴിയേണ്ടി വരും. പുറം ലോകം കാണിക്കൂല. ശരിക്കും ആ പിതാവിന് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. നീ പറയുന്നത് ഒട്ടും ശരിയല്ല, പഠിച്ചോൻ കാണുന്നുണ്ട്. ഓഹോ, നിങ്ങളെന്താ ഇപ്പം പിടിച്ചിട്ട് പഠിച്ചോൻ അധികം ഒരു പേടി? മറ്റാളെന്തെങ്കിലും പറഞ്ഞു തന്നോ? പുതിയതായി വന്ന ജോലിക്കാരൻ അജ്മൽ? അങ്ങനെയൊന്നുമില്ല. അതല്ലേ കൂടുതലായി നിങ്ങൾ പഠിച്ചവൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ശരിക്കും അജ്മൽ പറഞ്ഞിരുന്നു ആ കാര്യം. അർബാവ് എല്ലാം പടച്ച റബ്ബ് കാണുന്നുണ്ട്. ആരെന്തൊക്കെ തന്നെ ഉപദ്രവിച്ചാലും, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ അതിനുശേഷം അറബിയുടെ മനസ്സ് വല്ലാതെ അങ്ങ് അലിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ അറബിച്ചിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതെ, എന്തൊക്കെയോ സംഭവിക്കും, മാറ്റിമറിയും എന്നുള്ള ഒരു പേടിയാണ്. അതെ, തൻ്റെ മക്കൾക്കും അവകാശമുള്ള ആ ഒരു സ്വത്ത് അത് കിട്ടണം. അതിന് ഒരിക്കൽ പോലും ഹംദ ഇവിടെ കഴിഞ്ഞാൽ ശരിയാവില്ല. ഹംദയെ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ പല പല ചിന്തകളാണ് വരുന്നത്. എന്നാൽ ഹംദ ആ തടവിൽ തന്നെയാണ്. ഗദ്ദാമ കൊടുക്കുന്ന ആ ഒരു ഫുഡ് മാത്രം കഴിച്ച് അവൾ പുറം ലോകം അറിയാതെ, എന്തിന് ഒരു ഫോണ് പോലും കൊടുക്കാതെയാണ് ആ കുട്ടിയെ അതിനുള്ളിൽ ഇട്ടിരിക്കുന്നത്. പാവം 5 നേരം നിസ്കരിച്ച് ദുആ ചെയ്ത് പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അതുമാത്രം പലപ്പോഴും കൊതിക്കുന്ന ഒരു സംഭവം. അതെ, എനിക്ക് എൻ്റെ
ഉമ്മയുടെയും ഇക്കയുടെയും അരികിലേക്ക് പോകണം. അത് മാത്രമായിരുന്നു അവൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ദുനിയാവിലെ ജീവിതം എന്നും എൻ്റെത് ഈ ഇരുട്ടറയായിരിക്കും. ഒരിക്കൽ പോലും എനിക്ക് പുറം ലോകം കാണാൻ എൻ്റെ ഇളാമ എന്നെ സമ്മതിക്കില്ല. കുഞ്ഞു മക്കൾക്ക് ആഗ്രഹമുണ്ട് എന്നോടത്ത് കളിക്കാനും വരാനൊക്കെ. ഉമ്മ, ഇത്താത്തയുടെ അരികിലേക്ക് പോട്ടെ. എന്തിന്? വേണ്ട, അവളുടെ അടുത്ത് പോയാലേ നിങ്ങൾ കൂടെ കേടരും. അവള് ചീത്തയാണ്. ചീത്തയോ? എന്താ? അവള് അപ്പുറത്തെ ആ ഒരു ജോലിക്കാരൻ്റെ അടുത്തൊക്കെ പോവാറുണ്ട്. ഇത്താത്ത പാവൾ ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോയതല്ലേ. മിണ്ടാണ്ടിരിയടി അവിടെ. നിന്നോടാരാ അതൊക്കെ ചോദിക്കാനും പറയാനും പറഞ്ഞത്? എന്നാൽ ഇത്താത്തിയെ അവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എളാമ ഭയങ്കര സാധനമായിരുന്നു. അജ്മൽ തൻ്റെ റൂമിലെത്തി. ഓ, സത്യം പറഞ്ഞാൽ സിനാൻ ഇല്ലാത്ത ആ ഒരു അറബി വീട് അവൻ ഒറ്റപ്പെട്ട ഒരു ഫീല് തന്നിരുന്നു. എങ്കിലും അവൻ റൂമിൽ കയറി ഫ്രഷായി നേരെ അതാ ഗദ്ദാമയുടെ അരികിലേക്ക് പോകുന്നു. ആ, എന്താ ഫുഡിന് എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെ ഉണ്ടോ? കുറച്ച് സാധനങ്ങളെ കഴിഞ്ഞിട്ടുണ്ട്. പോയി വന്നോ? വന്നു. ഗദ്ദാമയുടെ കിച്ചണിൻ്റെ അരികിലുള്ള ആ ഒരു ടേബിളിൻ്റെ തൊട്ടടുത്തുള്ള ചെയറിൽ അവൻ ഇരുന്നു ഓരോന്ന് ആലോചിച്ചുകൊണ്ട്. അതെ, ഇതിൻ്റെ അപ്പുറത്തുള്ള റൂമാണ് ശരിക്കും ഹംദയുടെ റൂം. അതെനിക്ക് കണ്ടാൽ അറിയാം. അതിനു വേണ്ടിയിട്ട് തന്നെ അവളുടെ അരികിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് എന്തെങ്കിലും കിട്ടിയാൽ അതിനെക്കുറിച്ച് ചോദിക്കുവാനോ പറയുവാനോ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? പക്ഷെ പുറത്തേക്കൊന്നും ആ കുട്ടിക്ക് പ്രവേശനമല്ല എന്ന് മാത്രമല്ല, അഥവാ എൻ്റെ കണ്ണിലെങ്ങാനും പെട്ടാൽ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും അത് ഉറപ്പാണ്. ഇനിയൊരു പക്ഷേ അതിന്മേൽ എനിക്ക് ശിക്ഷ വരികയാണെങ്കിൽ അങ്ങോട്ട് വരട്ടെ. എന്നാലും ഒരാളെ കഷ്ടപ്പെടുത്തുന്നത് കാണാൻ സഹിക്കില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഗദ്ദമ്മ. ആ അജ്മൽ, പിന്നെ കുറച്ച് ഫുഡും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്താ, ഇവിടുത്തെ രാജകുമാരിക്ക് ഫുഡ് കൊടുത്തോ? അവൻ്റെ ആ ചോദ്യം കേട്ട് ശരിക്കും ഗദ്ദാമ ഒന്ന് ഞെട്ടി. രാജകുമാരി? ഇതിനകത്ത് ഒരു രാജകുമാരി ഉണ്ടല്ലോ. ശരിക്കും ഗദ്ദാമ? അതെ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചോദിച്ചറിയൊന്നും വേണ്ടട്ടാ. വെറുതെ തല പോണ ഒരു പരിപാടി എടുക്കണ്ട. തെറ്റ് ചെയ്താലല്ലേ തലയെടുക്കുള്ളൂ, അല്ലാതെ വെറുതെ എടുക്കാൻ തുടങ്ങിക്കണോ അറബ് നാട്ടിൽ? അവൻ്റെ ആ ധൈര്യപൂർവ്വമുള്ള ചോദ്യത്തിന് മുമ്പിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തതായിട്ട് തെളിവുണ്ടെങ്കിൽ അങ്ങനെയാണ്. അതിന് തെളിവില്ലല്ലോ. ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഇവിടെ അങ്ങനല്ലേ. ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളെന്ന് വെച്ചാൽ അറബിച്ച കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണല്ലോ സിനാനെ റൂമിൽ ആക്കി അവൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെടുത്തി ക്ലീനിങ്ങിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചോളാം. എന്നാൽ ഇത് ഗദ്ദമ്മ, എനിക്കൊരു കട്ടൻ ചായ എടുത്ത്, ഒരു തലവേദനിക്കുന്നു. ഇപ്പം തരാം. അവൻ ആ ടേബിളിൽ കൈവച്ചുകൊണ്ട് തന്നെ അതാ അവിടെ ഇരിക്കുന്നു. വല്ലാണ്ട് ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു വിളി കേൾക്കുന്നു. ഗദ്ദമ്മ, ഗദ്ദമ്മ. അത് കേട്ട് അജ്മൽ ഞെട്ടി ആ ഉറക്കത്തിൽ നിന്നും അവൻ ഉണർന്നു. ചെറിയൊരു മയക്കത്തിലായിരുന്നു. ഗദ്ദമ്മ, ഒന്ന് വരുമോ? എന്നാൽ ഗദ്ദാമ അത് കേട്ടില്ല. പകരം അവനാണ് അത് കേട്ടത്. അജ്മൽ നേരെ ധൈര്യപൂർവ്വം എവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് എന്ന് കരുതി അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക്. ആരോ വിളിച്ചത്? ഇത് ഞാനാണ്, ഹംദയാണ്. അതെ, എനിക്ക് വല്ലാണ്ട് തല കറങ്ങുന്നു. ഞാനിപ്പോൾ ഇവിടെ വീഴും, എന്നൊന്ന് പിടിക്കണം. ആരാണെന്ന് പോലും അറിയാതെയാണ് അവൾ ആ ഉള്ള ശ്വാസത്തിൽ അത് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് അതാ വിളിക്കുന്നു. അതെ ഗദ്ദാമ, ഇവിടെ ഒരു പെൺകുട്ടി ഇതാ വിളിക്കുന്നു, തല കറങ്ങി വീഴാൻ പോണെന്ന്. പഠിച്ചോനെ, എന്നെ ഏൽപ്പിച്ചതാണല്ലോ. ഗദ്ദാമ ഓടിപ്പോഞ്ഞെത്തി. അജ്മലെ, ഒന്ന് പിടിക്കടാ, ഒന്ന് പിടിക്ക്. വേഗം വാതിൽ തുറന്ന്, ഒരു വാതിലല്ല, വീണ്ടും വേറെ റൂമിൻ്റെ വാതിൽ. അതിനുള്ളിൽ വിശാലമായൊരു സ്ഥലമുണ്ട്. അജ്മൽ ശരിക്കും അത് കണ്ടു, ആ റൂം. ഒരു നിമിഷം അവൻ ചുറ്റുഭാഗത്തും ഒന്ന് നോക്കി. അവളെ താങ്ങുവാൻ സഹായിച്ചു. അറബിച്ചും ഇതൊന്നും അറിയുന്നില്ല. പഠിച്ചോനെ, ഫുഡിന് നേരം തെറ്റ് ചെയ്യരുതെന്ന് പ്രത്യേകം അറബി പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഫുഡൊന്നും കൊടുത്തിരുന്നു, എന്താണാവോ തലകർക്കം. മോളെ. അപ്പോഴേക്കും അവൾ ബോധരഹിതയായിരുന്നു. അജ്മലെ, മോനെ ഒന്ന് താങ്ങിയെടുക്കണം, ആരും അറിയണ്ട. താങ്ങിയെടുത്ത് ആ ഒരു കട്ടിലിൽ അവളെ അജ്മൽ തന്നെ കിടത്തി. പഠിച്ചോനെ, മാഷാ അല്ലാ. തൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് അജ്മൽ
കണ്ണുകൾ കൊണ്ട് നോക്കിയില്ല. കാരണം അത്രക്കും വശ്യമായ സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു ആ ഒരു പെൺകുട്ടി. അജ്മൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ ചെയ്തോളാം, ഇനി ഒന്നും ഇതാക്കൂല. ഇവിടെ ഉള്ള ഭാഗ്യം മോനെ, തലയെങ്ങാനും അടിച്ച് വീണക്കണമെങ്കിൽ എന്തിനു നന്ന്. അവൾക്ക് പെട്ടെന്ന് കൊണ്ടുപോയി വെള്ളവും ഗ്ലൂക്കോസും എല്ലാം നൽകുന്നു. അജ്മൽ പെട്ടെന്നായിരുന്നു അത് ശ്രദ്ധിച്ചത്. അതെ, ആ ഒരു ബെഡിൽ ഒരു ഡയറി, ആ ഡയറിയിൽ ഒരു പേനയുമുണ്ട്. അതിലെന്തൊക്കെയോ എഴുതി കുറിച്ചിരിക്കുന്നു. പെട്ടെന്ന് അത് എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കണം എന്നുള്ള ചിന്തയായി അവന്. അതെ, അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം ഒരു പക്ഷേ അതിൽ എഴുതിയിട്ടുണ്ടാകും. പഠിച്ചോനെ, ഞാൻ കണ്ടത് ഓർലീനാണോ അതോ മനുഷ്യ സ്ത്രീയാണോ എനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ അജ്മലിൻ്റെ മനസ്സിലേക്ക് ഹംദയുടെ ആ മുഖമായിരുന്നു കടന്നു വന്നത്. പാതി തളർന്ന ആ ഒരു കണ്ണുകൾ, അവളുടെ ആ ഒരു മുഖം. റബ്ബേ പഠിച്ചോനെ, ഒരിക്കലും കരുതി കൂട്ടിക്കൊണ്ടല്ല. സത്യം പറഞ്ഞാൽ അജ്മലിനെ ആ ഭാഗം വിട്ടു പോകുവാനേ തോന്നുന്നില്ല. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല. സാധനങ്ങൾ വേണ്ടതെല്ലാം ചെക്ക് ചെയ്യുക, അത് മാത്രമാണ് അവൻ്റെ ഡ്യൂട്ടി. പിന്നെ പുറത്തേക്ക് പോവുക. ഗദ്ദമ്മ, എന്തുണ്ടെങ്കിലും വിളിച്ചോളൂട്ടോ. അജ്മൽ ആ പെൺകുട്ടിയെ കണ്ടതും അവളെ താങ്ങിയെടുത്തതും ഒന്നും അറബിയും അറബിച്ചും അറിയുന്നില്ല. നേരെ ഗദ്ദാമ്മ അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. പക്ഷെ അവൾ ഉണരുന്നില്ല. അറബിയുടെ അരികിലേക്ക് നേരെ. അർബാവ്, അർബാവ്. ആ, എന്താ? അതെ, മോൾക്ക് തലകറക്കം വന്ന് വീണിട്ടുണ്ട്. യാ അല്ലാ, എന്തു പറ്റി? തൻ്റെ മകളുടെ അരികിലേക്ക് അറബി പാഞ്ഞെടുത്തു. എന്തു പറ്റി? ഹംദ, ഹംദ, എന്തു പറ്റി മോളെ? അവളുടെ കവിളികളിൽ തട്ടിയിട്ട് വിളിക്കുന്നു. കുറച്ച് വെള്ളം എടുക്കൂ, മുഖത്തേക്ക് വെള്ളം. പഠിച്ചോനെ, എന്തപ്പോൾ ഞാൻ ചെയ്യുക? മോള് താങ്ങിയെടുത്ത് കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ. എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ? എന്നാൽ രണ്ടാം ഭാര്യ ഇതൊന്നും അറിയുന്നില്ല. അറിഞ്ഞെങ്കിൽ തന്നെ വരികയുമില്ല. ഹംദ, പൊന്നു മോളെ, ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തു പറ്റി? സ്നേഹത്തോടെ ആ പിതാവ് അവളെ തലോടിക്കൊണ്ടിരുന്നു. ഗദ്ദമ്മ, എൻ്റെ കുട്ടിയെ ഒന്ന് താങ്ങി പിടിച്ച് കൊണ്ടുപോവാൻ എനിക്കതിനുള്ള എങ്കിലും കഴിയുന്ന രീതിയിൽ അദ്ദേഹം പൊന്തിക്കാൻ നോക്കി. പക്ഷേ ഇല്ല. എന്തു ചെയ്യും? ആ അജ്മൽ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? അറബി ഉറക്കെ പറഞ്ഞു. അജ്മൽ, അജ്മൽ. നേരെ അതാ അവൾ അങ്ങോട്ടോടുന്നു. അജ്മൽ, അജ്മൽ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുകയായിരുന്നെന്ന് തോന്നുന്നു. അജ്മൽ, ആ എന്തു പറ്റി? എന്തായി, സുഖമായോ? അല്ല, നിങ്ങൾ അറബി വിളിക്കുന്നു. അജ്മൽ ആ ഇട്ട ഡ്രസ്സിൽ തന്നെ തിരിച്ചോടുകയാണ്. അർബ, എന്താ, എന്തു പറ്റി? അജ്മൽ, മോനെ, ദയവായി ഒന്നും കൊണ്ട് വന്നേ. ദാ എൻ്റെ കുട്ടിയെ ഒന്ന് താങ്ങി പിടിക്കണം, ഒന്ന് കാറിലേക്ക് വെക്കണം. വാ, വണ്ടി എടുക്ക്. എന്നാൽ അത് കേൾക്കേണ്ട താമസം. അജ്മൽ പെട്ടെന്ന് തന്നെ അതാ ഹംദയെ താങ്ങിയെടുത്ത് നേരെ അവൻ്റെ കാറിലേക്ക് കൊണ്ടുപോകുന്നു. കൂടെ ഗദ്ദാമയും പിതാവും കയറി. അജ്മൽ, വണ്ടി എടുക്ക്. വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വളരെയധികം സ്പീഡിൽ പെട്ടെന്ന് തന്നെ അതാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. നേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴും സ്ട്രക്ചറിലേക്ക് കിടത്തുമ്പോൾ അജ്മൽ സാർ തന്നെയായിരുന്നു. ശരണം, മോനെ, എൻ്റെ കുട്ടിയെ ഒന്ന് അതിലേക്ക് വെച്ചു കൊടുക്ക്. ആ അർബ, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ തന്നെ അതാ അവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. നേരെ ICUവിലേക്ക്. ആ പിതാവ് കരയുന്നു. മോനെ, എൻ്റെ മോളാണ്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ... ഏയ് അർബ, നിങ്ങൾ വിഷമിക്കില്ലേ? നിങ്ങളെന്ത് വിഷമിക്കുന്നത്? നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. പഠിച്ച റബ്ബുണ്ടല്ലോ കൂടെ. എവിടെയായിരുന്നു ഈ ഒരു മോള്? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അജ്മലിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അറബി എന്ത് പറയണം എന്നറിയാതെ ശരിക്കും അജ്മലിനെ നോക്കി. എന്നിട്ട് തല താഴ്ത്തി. അർബ, എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. മോനെ, പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. അദ്ദേഹം വിതുമ്പുന്നുണ്ടായിരുന്നു. അർബാവ്, നിങ്ങൾ വിഷമിക്കല്ലേ? നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയാം. മോളുടെ സ്ഥിതി. പെട്ടെന്ന് അതാ ഹംദയുടെ കൂടെ. മോനെ, എണീക്ക്. നേരെ അജ്മൽ സാർ തന്നെയാണ് എണീറ്റത്. കൂടെ ഗദ്ദാമയും. പിന്നീട് അറബിയും എഴുന്നേറ്റു. അത് കുട്ടി അല്പം ടയേർഡാണ് കേട്ടോ. കുട്ടിക്ക് നന്നായിട്ട് സ്ട്രെസ്സുണ്ട്. അതായത് കുട്ടിക്ക്
എന്തോ ഒരു ടെൻഷനൊക്കെ തലയിൽ കയറിയിട്ടുള്ള അങ്ങനത്തതാണ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞത്. കുട്ടി എന്തൊരു അബോധാവസ്ഥയിലാണ്, ഓക്കെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തു പറ്റി ഡോക്ടർ? എനിക്കെൻ്റെ കുട്ടിയെ തിരിച്ചു തരണം. അറബി കരഞ്ഞുകൊണ്ട് പറയുന്നു. ആ അർബ, അതൊന്നും കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ റെഡി ആയിക്കോളും. സത്യമായിട്ടും അവൾക്ക് പറ്റിയത് മറ്റൊന്നും അല്ല. അതെ, കുറച്ച് ദിവസം ഒറ്റയ്ക്ക് റൂമിലിട്ടു തടവിൽ. അവൾ ടെൻഷന് കൂടി. മരിക്കണം, ഉമ്മയുടെയും എൻ്റെ സഹോദരൻ്റെയും അരികിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ജനിച്ചു മനസ്സിൽ. പിന്നീട് അതങ്ങോട്ട് മനസ്സിലേക്കും ശരീരത്തിലേക്കും പടർന്നു. ആകെ ഏത് നിമിഷവും ഞാൻ മരണത്തിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷ, കാര്യങ്ങൾ, ടെൻഷൻ, പുറം ലോകം കാണാത്ത വിഷമം, ഒന്നും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സായി കുട്ടിക്ക് എന്തോ ഒരു സ്ട്രെസ്സ് ബാധിച്ചു എന്ന് തന്നെ പറയാം. അവൾ ഒരു മാനസിക നില താളം തെറ്റിയ ആ ഒരു രീതിയിലാവുകയാണ് ആ ഒരു കുട്ടി. ശരിക്കും വ്യത്യസ്തമായ രീതിയിൽ. കാരണം തടവിൽ കുറച്ച് ദിവസമായി ഭക്ഷണം കിട്ടും എന്നല്ലാതെ കളിയോ ചിരിയോ തമാശയോ സന്തോഷമോ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ആകെയുള്ള സന്തോഷം മറ്റൊന്നുമല്ലായിരുന്നു. അവൾക്ക് നൽകുന്ന ഭക്ഷണം അവൾ സിനാനെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അത് തൻ്റെ സഹോദരൻ എന്നുള്ള രീതിയിൽ. അതായിരുന്നു ആ കുട്ടി ചെയ്ത തെറ്റ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രക്കും വലിയ ഒരു ശിക്ഷ എളാമ വിധിക്കുന്നത്. എന്നാൽ അവൾക്ക് അത് വല്ലാത്തൊരു വിഷമം ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു അസുഖത്തിന് അടിമയാകുവാനുള്ള തുടക്കം കൂടിയായി മാറുകയാണ്. അജ്മലിന് എന്ത് ചെയ്യാൻ കഴിയും? അജ്മൽ ഒരു പക്ഷേ വിചാരിച്ചാൽ എല്ലാം ശരിയാകും. എന്നാൽ ഈ കഥയൊന്നും എളാമ അവിടെ അറിയുന്നില്ല. വാഹനം പോകുന്ന ശബ്ദം കേട്ടിട്ട് അവൾ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അവർക്ക് ദേഷ്യം കൂടുകയാണ്. ഓ, എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എങ്ങോട്ടാണ് അവരൊക്കെ പോയത്? ഗദ്ദാമയും കാണുന്നില്ല, അറബിയെയും കാണുന്നില്ല. ഇനി റൂമിൽ പൂട്ടിയിട്ട മകളുണ്ടാവും, അവളുടെ അരികിലൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ച് ആ റൂം തുറന്നപ്പോൾ അവിടെ ആകെ ഓപ്പണായി അവിടെയൊക്കെ ശൂന്യമായി കിടക്കുന്ന രംഗമാണ് അറബിച്ച് കണ്ടത്. അറബിച്ചിക്ക് ദേഷ്യം. എല്ലാവരും കൂടെ എന്താ ടൂറ് പോയോ? ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ലല്ലോ. അറബിയുടെ രണ്ടാം ഭാര്യ അവിടെയാകെ തിരഞ്ഞ് നടക്കുകയാണ്. അവർ ശക്തമായി പല്ല് കടിച്ചുകൊണ്ട് വല്ലാത്തൊരു സാധനങ്ങൾ. അവർക്ക് ദേഷ്യം ഇരച്ചു കയറുകയായിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.